സാർ, ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉം. വോട്ടർ പട്ടിക പുതുക്കുന്ന പരിപാടിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയി. ഉം. അപ്പോൾ അത് ശുദ്ധീകരിക്കുന്നതിനെതിരെ ഉം. ഒരു ഹർജി പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്നു. ഉം. ഇപ്പോൾ അതിൻ്റെ വിധി വന്നിരിക്കുകയാണ്. ഉം. സത്യത്തിൽ ആ വിധി ഉം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരാണോ? ഉം. ഈ പ്രതിപക്ഷ കക്ഷികൾ കൊട്ടിഘോഷിക്കുന്നത് പോലെ എന്തെങ്കിലും അതിനകത്തുണ്ടോ? ഒരു ഈരടിയൊല്ല മറുപടി പറയുന്നതിനായിട്ട്. സത്യധർമാതി വെടിഞ്ഞീടിന പുരുഷന് ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും ഭയക്കണം. പക്ഷെ നമ്മൾ അതിനൊരു ചെറിയ ഭേദഗതി വരുത്തേണ്ടതുണ്ട്. സത്യധർമാതി വെടിഞ്ഞീടുന്ന പത്രത്തെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും ഭയക്കണം. കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും ആ ഒരവസ്ഥയിലാണ്. നമ്മുടെ മാതൃഭൂമിയും മനോരമയും അതിൻ്റെ ഹെഡ്ലൈനായിട്ട് പ്രസിദ്ധീകരിച്ച് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ അതിൻ്റെ ഹെഡ്ലൈൻ വായിച്ചു നോക്കിയാൽ കാര്യങ്ങളൊക്കെ തലകീഴും മറിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതിൻ്റെ സ്പിരിറ്റിലല്ല. എന്തോ ഈ പ്രതിപക്ഷം കൊടുത്ത SIR റദ്ദാക്കണം, അത് നിയമാനുസാരമായ നടപടിക്രമമല്ല എന്നുള്ളതായിരുന്നല്ലോ അവരുടെ വാദവും. വാദത്തി അല്ലേ, 65 ലക്ഷം പേരെ പുറത്താക്കി നടപടി. അതെ, പുറത്താക്കി, അത് തെറ്റാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ്, വോട്ടവകാശം കൊടുക്കണം, ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കേസിൽ അതങ്ങനെയാണെന്ന് സമ്മതിക്കാത്ത ഒരു വിധി വരുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഹർജിക്ക് നേർവിപരീതമാണത് എന്നാണല്ലോ അർത്ഥം. അതെ. എന്നിട്ട് ഈ മാതൃഭൂമിയും മനോരമയും കയറി പിടിച്ചിരിക്കുന്നത് പ്രതിപക്ഷം ഒരിക്കലും അതിൽ സൂചിപ്പിക്കാത്ത കാര്യമാണ്. അതായത് ഈ 65 ലക്ഷം പേരുടെ വിശദാംശങ്ങളെല്ലാം എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളിലും മാധ്യമങ്ങളിലും വെബ്സൈറ്റിലും പ്രസിദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. ആൾറെഡി ഇൻ്റർനെറ്റിൽ ഞങ്ങളിത് കൊടുത്തിട്ടുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ അതിൽ പറഞ്ഞു. അതിന് പുറമെ ഇപ്പോൾ വന്നിരിക്കുന്ന പത്രങ്ങൾക്ക് ഒരു പരസ്യമായിട്ട് പുറത്താക്കിയ 65 ലക്ഷം പേരുടെയും വിവരങ്ങൾ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ പ്രത്യേകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓരോ ബൂത്തിലും ഇപ്പൊ തന്നെ ആൾറെഡി കൊടുത്തിട്ടുണ്ട്. അവർ എന്തിനാണെന്ന് വെച്ചാൽ ഇനി അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പോവാം. ഇതൊരു അടഞ്ഞ വാതിലല്ല ഈ പ്രക്രിയ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷേ പത്രക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എത്ര തെരഞ്ഞെടുപ്പ് കണ്ടതാണ്. ഉറക്കം, രാഹുൽ ഗാന്ധി ഉറക്കമാണ്, ബോധമില്ലാത്ത ഉറക്കമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പിച്ചും പേയുമൊക്കെ പറയും. ഈ പത്രങ്ങൾ ഉറക്കമല്ല, ഉറക്കം നടിക്കുകയാണ്. രാഹുലാണ് ശരി എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ഈ വൃത്തികെട്ട പത്രപ്രവർത്തനമുണ്ടല്ലോ, നമ്മുടെ നാടിന് തന്നെ അപമാനം. സാധാരണക്കാരനെ കളിയാക്കലാണ്. രാഹുൽ ഗാന്ധി ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിമാന്മാരായ വോട്ടർമാരെ അവഹേളിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പത്രങ്ങൾ ചെയ്യുന്നത് നാട്ടുകാരുടെ ബൗദ്ധിക നിലവാരത്തെ അപമാനിക്കുക. ഇത് മനസ്സിലാവാത്തവരെ ഇതിനാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പോകുന്ന ആൾക്കാരും ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വളരെ മോശമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ സാധൂകരിച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ അത് എൻഡോഴ്സ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ പറയുമോ ഈ നടപടി ഇപ്പോൾ നിർത്തിവെക്കണോ, അത് അസാധുവായിട്ട് പ്രഖ്യാപിക്കുകയല്ലേ ചെയ്യൂ. അതെ, ഇതായിരുന്നില്ലേ പ്രതിപക്ഷത്തിന്റെ വാദം. അത് മാത്രമല്ല, കോടതി പറഞ്ഞിരിക്കുന്നത് അത് വെബ്സൈറ്റിലും കൂടെ പ്രസിദ്ധീകരിക്കൂ, ദുർവ്യാഖ്യാനങ്ങൾ ഒഴിവാക്കാം. അതെന്തിനാ പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സ്പിരിറ്റ് ഉൾക്കൊള്ളണം. തെറ്റിദ്ധാരണയുടെ പുകപടലങ്ങൾ അന്തരീക്ഷത്തിലാകെ സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളും ചേർന്ന്. ഇതിനെതിരെയുള്ള ഒരു റിയാക്ഷൻ കോടതി നടത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രക്ഷിക്കാൻ. നിങ്ങളുടെ വിശ്വാസ്യത, കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പരാമർശം പ്രശാന്തിന് ഓർമ്മ കാണുമല്ലോ. വിശ്വാസം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇമാതിരി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതെ, നമ്മുടെ സൈന്യത്തിൽ വിശ്വാസം വേണം, നമ്മുടെ സുപ്രീം കോടതിയിൽ വിശ്വാസം വേണം, നമ്മുടെ ഭരണഘടനയിൽ വിശ്വാസം വേണം. അല്ലാതെ തലയ്ക്ക് മീതെ ഇങ്ങനെ ഒരു വേസ്റ്റ് പേപ്പർ പോലെ ഭരണഘടന എടുത്ത് വയ്ക്കുന്നതിൽ അത് വെറും ഒരു ഷോ ഓഫ് മാത്രമാണ്, നിരർത്ഥകമാണ് എന്ന് വേണം. വിശ്വാസം, അതാണ് അടിത്തറ. ഇതിലൊക്കെ വിശ്വാസം, ഇന്ത്യ എന്ന ഈ സ്വത്വത്തിലൊരു വിശ്വാസം വേണം, ഇന്ത്യയുടെ സംസ്കാരത്തിലൊരു വിശ്വാസം വേണം. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തോടൊരല്പം സ്നേഹം. നിങ്ങൾ മുഹബത്ത് കി ദുഃഖാനൊന്നും തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ളിലുണ്ടാവേണ്ടതാണ്. പുറത്ത് കാണിക്കാനും പ്രചരിപ്പിക്കാനും ഉള്ളതാ ഉള്ളിൻ്റെ ഉള്ളിൽ. അതാണ് വിശ്വാസം വേണം. അതാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഹർ ഹർ തിരങ്ക എന്ന് പറഞ്ഞ ഓരോരുത്തരും പാവപ്പെട്ടവൻ മുതൽ ചണ്ടാളൻ മുതൽ അങ്ങേയറ്റത്തെ വലിയ ജാതി സവർണൻ വരെ ഈ ദേശീയ പതാക അവൻ്റെ വീടുകളിൽ ഉയർത്തി അഭിമാനിക്കുന്ന ആ വികാരമുണ്ടല്ലോ. ആ വികാരത്തിൻ്റെ കടയ്ക്കൽ വെച്ച കത്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഹുകാലം ഇന്ത്യക്ക് സമ്മാനിച്ചിരിക്കുന്നത്.
പോട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല, കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. ഇവിടെ അതിനെ സാധൂകരിക്കുന്നതിന് പുറമെ ഒരു കാര്യം മാത്രം നിർദ്ദേശിച്ചിട്ടുണ്ട് സുപ്രീം കോടതി, വളരെ ബഹുമാനത്തോടു കൂടി. എന്താ പറഞ്ഞത് ഇവരെ? ഇലക്ഷൻ കമ്മീഷൻ ചോർ എന്നല്ലേ പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷനെ കള്ളൻ എന്ന് വിളിച്ചു. ഒട്ടുചോരി. കള്ളനെ പിടിച്ച് ജയിലിലിടുകയല്ലേ വേണ്ടത്? ചെയ്തോ സുപ്രീം കോടതി അത്? ഇല്ല. അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, കസ്റ്റഡിയിലെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഈ രാഹുൽ ഗാന്ധി ഉത്തരവില്ലാത്ത പറഞ്ഞതിന് രാജ്യത്തോട് മാപ്പി ചോദിക്കുകയല്ലേ വേണ്ടത്? അതിന് ഞങ്ങളുടെ വിജയമാണിതെന്നും പറഞ്ഞ് KC വേണുഗോപാൽ എന്ന് പറയുന്ന വിവരദോഷം നടിക്കുന്നവനോ വിവരദോഷിയോ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പം നമ്മുടെയൊക്കെ ബൗദ്ധിക നിലവാരം ഇത്രയേ ഉള്ളൂ എന്നാണോ അദ്ദേഹം കണക്കാക്കിയിരിക്കുന്നത്? നെഹ്റു കുടുംബത്തിൻ്റെ ബൗദ്ധിക നിലവാരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നാണോ കണക്കാക്കുന്നത്? സാർ, അതുപോലെ ഇവരാവശ്യപ്പെട്ട മറ്റൊരു കാര്യം ആധാർ കാർഡ് ഉൾപ്പെടുത്തണമെന്നാണ്. അതിനെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ആധാറും കൂടെ ചേർത്തുകൊള്ളൂ എന്നാണ്. എന്തുകൊണ്ടാണ് സാർ അത് പറഞ്ഞത്? ഇതിൽ ഒരുപാട് കള്ളത്തരം നടക്കുന്നുണ്ട്. പക്ഷേ ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആധികാരികമായിട്ടൊരു രേഖയ്ക്ക് വേണ്ടി യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധമായിട്ടുള്ള പിന്തുണയോടും കൂടി ഗവൺമെൻറ് ചെലവിൽ നടത്തിയ ഒരു സംരംഭമാണ്, നമുക്കറിയാവും. അതെ. അപ്പോൾ അതിനെ നമുക്ക് നിരാകരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ വ്യാജ ID കാർഡുകൾ പക്ഷേ കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞു ആധാർ പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് വ്യാജമെന്ന് പറഞ്ഞാൽ മറ്റ് 11 രേഖകളോടൊപ്പം ഇതിനെയും പരിഗണിക്കാനാ കോടതി. ആധാർ കാർഡ് മോശമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം BJP മൻമോഹൻ സിംഗിന്റെ കാലത്ത് പറഞ്ഞത് ശരിയാണെന്നാണ്. അതിനെ എതിർക്കുകയായിരുന്നു ചെയ്തത്. മൻമോഹൻ സിംഗ് ആണല്ലോ ഇത് ആധാർ സിസ്റ്റം നടപ്പാക്കിയത്. അന്ന് തന്നെ എതിർത്തത് BJP. അപ്പോൾ BJP പറഞ്ഞതായിരുന്നു ശരിയെന്നാണ് ഇപ്പോൾ കോടതി സമ്മതിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ മാറും വരും. ഇപ്പം നോക്കൂ, വേറൊരു കാര്യം കൂടി ഇപ്പോൾ നോക്കൂ പ്രശാന്തേ. ഈ മനുഷ്യനെ വിഡ്ഢികളാക്കുന്നതിൻ്റെ മറ്റൊരു 1980 നമ്മുടെ സോണിയാഗാന്ധി, സൂപ്പർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സോണിയാഗാന്ധിക്ക് വോട്ടവകാശമുണ്ട്. പക്ഷേ അവർ ഇറ്റാലിയൻ പൗര മുസോളിനിയുടെ ഇറ്റലിയിലെ ജീവിച്ചിരുന്ന ഒരു സിറ്റിസൺ, ഓതന്റിക്കായിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പിൻ്റെ രേഖകളോടുകൂടി അവർ ഇന്ത്യയിൽ വോട്ടറായി. അപ്പോൾ ഇവർ ചോദിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാജയമല്ലേ അത് കാണിക്കുന്നതെന്ന്. അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ഇന്നത്തെ? അന്ന് ആരെങ്കിലും ചോറി വിളിച്ചു എന്നുള്ള വാക്കുപയോഗിച്ചു. ഈ വിവരദോഷിയായ രാഹുൽ ഗാന്ധി അല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോർ എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞത്? വേറെ ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? വിവരമല്ല ആരെങ്കിലും പറഞ്ഞിരിക്കുമോ? പറയാൻ പറ്റുന്ന കാര്യമാണതോ? എങ്കിൽ അദ്ദേഹം ആദ്യം അന്ന് തന്നെ ഇത് വലിയ വിഷയമാകുകയും അങ്ങനെ ഇവരുടെ പേര് നീക്കം ചെയ്യുകയും ചെയ്തു. പിന്നീട് 83 വീണ്ടും ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് പൗരത്വം കിട്ടുന്നത്. നമ്മുടെ രാജ്യത്ത് കള്ളം പറയുന്നതിനും കള്ളം എന്നല്ലേ പറയുന്നത്? ഇപ്പം ഞാൻ കോടതിക്ക് മുമ്പായി ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതി ഒപ്പിട്ട് ഞാൻ കൊടുക്കണം. അതാണല്ലോ പരാതി. ഏത് പരാതി? സ്റ്റേഷനിലാണെങ്കിലും ഈ പരാതി ഉന്നയിച്ച ആളിനോട് ഇത് പരാതിയായി രേഖാമൂലം ഒപ്പിട്ട് തരാൻ പറഞ്ഞു. എനിക്കതില്ല, ഞാനിത് ചൂണ്ടിക്കാണിച്ചു, നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചോണം. ഹിറ്റ് ആൻഡ് റൺ ടാക്റ്റിക് എന്ന് പറയുന്ന ഒരു തരം ടാക്റ്റിക്കാണ്. പറഞ്ഞു പുകപടലം സൃഷ്ടിച്ചു എന്നിട്ട് ഒറ്റ ഓട്ടവും കൊടുക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ദി ഓണസ് ഓഫ് പ്രൂഫ് ഈസ് ഓൺ മൈ ഹെഡ്. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അത് നടത്താതെ ഹിറ്റ് ആൻഡ് റൺ ഇത് എറിഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ബീഹാറിലേക്ക് പോയിരിക്കുക. അവിടെ കല്ലെറിഞ്ഞിട്ട് ഓടുക എന്ന് പറയുന്നത് കുളം കലക്കാൻ വേണ്ടി പോയി. എന്തൊരു നാണക്കേട്. തന്നെയല്ല, BJP പറഞ്ഞിട്ടുണ്ട് റായ്ബറേലിയിലും അതായത് അമേത്തിയിലും ഇതുപോലെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അവരിതുവരെ പറഞ്ഞിട്ടില്ല, കാരണം എല്ലാ തെരഞ്ഞെടുപ്പിലും നടക്കും. ഈ വോട്ടർ പട്ടികയിൽ എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും ബൂത്തുകളിൽ ഈ ഇരട്ട വോട്ടുകൾ വരികയോ അല്ലെങ്കിൽ മരിച്ചുപോയ ആളിന്റെ വോട്ട് ഉൾപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാം, സ്വാഭാവികമാണ്. നമ്മൾ എപ്പോൾ ചോറ് വെച്ചാൽ അല്ലെങ്കിൽ അരി കൊണ്ടോ സൂക്ഷിച്ചു വെച്ചാൽ ഏതെങ്കിലും കീടങ്ങൾ കയറും. അതുകൊണ്ടാണല്ലോ റേഷൻ അരിയൊക്കെ ഇത്രയും മോശമായിട്ട് തീരുന്നത്. അതുകൊണ്ട് നമ്മൾ അരി കഴിക്കാതിരിക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അരിയെ ബഹിഷ്കരിക്കാറുണ്ടോ? ചോറ് വൃത്തിയാക്കിയിട്ട് കഴിക്കണം. വൃത്തിയായിട്ട് ശുദ്ധീകരണമാണ് ഇപ്പോൾ SIR എന്ന് പറയുന്നത്. അതിനെ എതിർക്കുന്നു ഒരു വശത്ത്. എന്നിട്ട് ഇത് ശുദ്ധമല്ല എന്ന് പറയുന്നത്. ഇത് മുഴുവനും തട്ടിപ്പാണ്, വ്യാജമാണ്. കോൺഗ്രസിന്റെ കാലത്ത് ഇതിലും മോശമായിരുന്നു. ശേഷമാണ് ഇത് കുറച്ചെങ്കിലും മെച്ചപ്പെട്ടു വരുന്നത്. നമുക്കിപ്പോൾ തൽക്കാലം അതൊന്നും വലുതായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാറില്ല. നോക്കൂ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 40,000 വോട്ടുകൾ തൃശ്ശൂരിൽ പോയിട്ട്. ഇനി 40,000 എന്ന് പറയുന്നത് വാദത്തിന് 35,000 വോട്ടുകളുടെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ആ MP-മാരുടെ എണ്ണത്തിന്റെ സ്റ്റാറ്റസ് മാറുന്നില്ല എവിടെയും. അപ്പോൾ അത് സാമാന്യ ബുദ്ധിയല്ലേ അത്? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റത് അവരുടെ മിടുക്കുകൊണ്ടല്ല, കള്ളത്തരം കാണിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധി, നെഹ്റു ഉള്ള എല്ലാവരും ജയിച്ചിട്ടുള്ളത് ഈ വോട്ടർ പട്ടിക ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലാണ്. കാരണം ഇത്രയും പറ്റും ഒരു ഇലക്ഷൻ. ഏത് ഇലക്ഷൻ? ഇവിടെ എന്താ പറയുന്നത്, മുഖർജി എന്ന് പറയുന്ന ആളായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു
ഇലക്ഷൻ കമ്മീഷൻ. ഇത് നെഹ്റുവിൻ്റെ കാലത്ത് തൊട്ടേ ഉള്ള ആളാണല്ലോ. അത് കഴിഞ്ഞ് TN ശേഷം വന്നു. അദ്ദേഹം ശുദ്ധീകരിക്കാവുന്നതിൻ്റെ ബൂത്ത് പിടിച്ചടക്കുന്നു നിർത്തിയത് അദ്ദേഹമാണ്. അതുവരെ കോൺഗ്രസ് ബൂത്ത് പിടിച്ചടക്കിയിട്ടുകൊണ്ടാണ് അധികാരത്തിൽ വന്നിരുന്നത്, ജയിച്ചു വന്നത്. ഇതൊക്കെ ആർക്കാ നിഷേധിക്കാൻ പറ്റും? ഇപ്പോൾ അത്രയൊന്നുമില്ല. ഇത് ഇപ്പോൾ അതിന് പറ്റിയ ഒരു പരിപാടി രാഹുൽ ഗാന്ധിയുടെ പരാതിക്കുള്ള പരിഹാരമാണ് SIR എന്ന് പറയുന്നത്. ഇത് മനോരമ പത്രം സർ യെസ് സാർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. എന്തൊരു അപമാനമാണ്! അത് ശുദ്ധീകരിക്കുന്നതും കുറ്റം ഈ പത്രത്തിന്. അതെ, ഇത് ശുദ്ധമാകാതിരിക്കുന്നതും. എത്ര തെരഞ്ഞെടുപ്പുകൾ കണ്ടതാ? മുത്തശ്ശി പത്രമല്ലേ മനോരമ? അറിയേണ്ടതല്ലേ? എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇതിലാരും അങ്ങനെ കടന്നു കയറുകയൊന്നും ചെയ്യാൻ പറ്റില്ല. തെറ്റുകൾ അനിവാര്യമായും പറ്റും. ക്ലറിക്കൽ എറേഴ്സ്, അതാണ് സംഭവിക്കുന്നത്. ക്ലറിക്കൽ എറേഴ്സ്. സത്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി എന്താണോ ഉദ്ദേശിച്ചത് അതിന് കടകവിരുദ്ധമായിട്ട് കേരളത്തിലെ മാധ്യമ അധാർമികത. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, സത്യധർമാദി വെടിഞ്ഞീടിന പത്രത്തെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും ഭയക്കണം. നമ്മളത് വിശ്വസിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.